ഗുജറാത്ത് അംബാജി മന്ദിർ ക്ഷേത്രത്തിൽ നടന്ന മോഷണ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വഴിപാടായി ലഭിച്ച പണമാണ് സ്ട്രോങ് റൂമിൽ നിന്ന് ജീവനക്കാർ മോഷ്ടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർ പിടിയിലായിരുന്നു. YS അഭിനന്ദ് ചേരുകയാണ്. അഭിനന്ദ്, നൈസായി അടിച്ചുമാറ്റുന്നത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ പറഞ്ഞോളൂ. ഷിഗാസ്, അയോധ്യയും ബദരീനാഥും കടന്ന രാജ്യമെമ്പാടുമുള്ള ക്ഷേത്രത്തിൽ ചെറുതും വലുതുമായ കൊള്ളകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, വാർത്തകളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്ത് വരുന്നത്. ഗുജറാത്തിലെ അംബാജി നഗർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അംബാജി നഗർ ക്ഷേത്രം എന്ന് പറയുന്നത് രാജ്യത്തെ 55 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ധാരാളം ഭക്തർ അവിടേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ്. തീർത്ഥാടനത്തിനായി ധാരാളം പണം വഴിപാടായി അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആ പണം എണ്ണി തിട്ടപ്പെടുത്താൻ സുരക്ഷാ സംവിധാനം അടക്കം അവിടെ ഉണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. വളരെ വലിയ സെക്യൂരിറ്റിയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ട്രോങ് റൂമിനകത്ത് നിന്ന് മോഷണം അത് ജീവനക്കാരൻ തന്നെ നടത്തിയത്. 200 രൂപ കെട്ടാണ് ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ആ സമയത്ത് തന്നെ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മെയ് 5-ാം തീയതി നടന്ന സംഭവമാണ്. ഉടൻ തന്നെ CCTVയിൽ ഇത് പതിയുന്നു. പോലീസിനോട് ഈ വിവരം അറിയിക്കുന്നു. ഈ ആളെയും ഒപ്പം തന്നെ ഇത് കൊണ്ടുകൊടുത്ത ആൾക്കാരുണ്ടല്ലോ, 3 പേരെയും പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ പിടിയിലാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നടക്കം ഇപ്പോഴാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു സംഭവമായി ഇപ്പോൾ ഗുജറാത്തിൽ ഇത് പടർന്നു കഴിഞ്ഞിരിക്കുന്നു. രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് വ്യക്തമായ തെളിവ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. വലിയ ഒരു മോഷണം, 200 രൂപയുടെ ഒരു കെട്ട്, അതിനകത്ത് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതാണ് അമ്പല മോഷണത്തിലൂടെ അയാൾ സ്വന്തമാക്കിയത്. പക്ഷേ ഇയാളെ പിടിയിലാക്കാൻ CCTV ദൃശ്യത്തിന് കഴിഞ്ഞു. ഇതുപോലെ രാജ്യം കേന്ദ്രീകരിച്ച വലിയ കൊള്ളകൾ നടക്കുന്നുവെന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ, വിശദാംശങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരികയാണ്.